ഹലോ നമസ്കാരം. ഇന്നുണ്ടല്ലോ ഈ തോൺലെസ് യൂഫോബിയ പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ചെടികൾ വാങ്ങി വെച്ചിട്ടൊരു 6-7 മന്ത്സ് എന്തായാലും ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 7-8 കമ്പ് ഓൺലൈനിൽ വാങ്ങിയതാട്ടോ. ഇതിൻ്റെ വേര് പിടിപ്പിച്ച് ഓരോ സ്റ്റെം മാത്രം ഇതുപോലെ ഒരൊറ്റ സ്റ്റെമ്മുള്ള ചെറിയൊരു പ്ലാന്റ് അങ്ങനെ 10 വാങ്ങിയതാണേ. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല പോലെ വെയിൽ വേണ്ട പ്ലാന്റാണ്. അതുപോലെ ഒരിക്കലും വെള്ളം കെട്ടാൻ പാടില്ല. ഈസി ആയിട്ട് വളർത്തിയെടുക്കുക. നമുക്ക് മെയിൻ്റനൻസ് ഒന്നുമില്ല. നോക്കേണ്ട 2 കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ചട്ടിയിലൊക്കെ ആണെങ്കിലും ഒട്ടും ഇത് വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം മണ്ണ്. ഒരു പരിധി വിട്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ മാത്രം ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന പ്ലാന്റാണ്. ഡെയിലി ഫ്ലവർ തരും വെയിലുള്ളിടത്ത് വെച്ചാൽ. ഞാനിപ്പോൾ നട്ടിരിക്കുന്നിടത്ത് വെയിൽ ഇത്തിരി കുറവാണ്, എന്നാൽ കൂടെ ഡെയിലി ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ നീണ്ടു വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് നട്ടുപിടിപ്പിക്കാം. അങ്ങനെ കട്ട് ചെയ്ത് നട്ടുപിടിപ്പിച്ചാട്ടോ ദേ ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചതാണേ. ഇത് ഇവിടെ ഒരെണ്ണം അങ്ങനെ കട്ട് ചെയ്ത് നട്ടുപിടിപ്പിച്ചതാണ്. അപ്പോൾ പൂക്കൾ വേണം, തോട്ടത്തിൽ പൂക്കൾ വേണം. എന്നാൽ ഒത്തിരി കെയർ ചെയ്യാൻ ടൈമില്ല, വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്. പക്ഷെ നിറയെ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറച്ച് ചെടികൾ ഇത് വാങ്ങി ചട്ടിയിൽ വെച്ചിട്ട് നല്ല വെയിലത്ത് വെക്കുക കേട്ടോ. നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾ നന്നായിട്ട് ഇടണം, വെള്ളം പോകാനായിട്ട്. മഴ നനഞ്ഞു എന്ന് വെച്ച് കുഴപ്പമില്ല. ഞാനിപ്പോൾ നട്ടിരിക്കുന്നുണ്ടല്ലോ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡ്രാഗൺ ഫ്ലൈ തുമ്പി വന്നിരിപ്പുണ്ട് കേട്ടോ. ഇതിൽ ഒരു പ്രത്യേക ഭംഗിയെ കാണാൻ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഞാൻ നട്ടിരിക്കുന്ന ഇവിടെ ഡയറക്റ്റ് മണ്ണിലാണ്. ഇവിടെ നന്നായിട്ട് വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ കഴിഞ്ഞ മഴയത്ത് കുറച്ച് ചെടികളൊക്കെ ചീയാൻ തുടങ്ങിയപ്പോൾ കുറച്ച് മണ്ണിട്ട് കുറച്ച് പൊക്കിയതാണ്. അപ്പോൾ ഇപ്പോൾ ഡെയിലി മഴ പെയ്യുന്നുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല, അത് പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കമ്പൊക്കെ കട്ട് ചെയ്ത് ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചായിരുന്നു. പക്ഷേ ആ മഴ പെയ്ത സമയത്ത് ആയിട്ട് ഭയങ്കര മഴ പെയ്ത സമയത്ത് എനിക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ല, മാറ്റി വെക്കാൻ പറ്റിയില്ല, അതൊക്കെ ചീഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ഒരുപാട് വേണ്ട, നല്ല വെയിലത്ത് വെക്കാം. നിറയെ ഇതുപോലെയല്ല കേട്ടോ, നിറയെ ഫ്ലവർ ഉണ്ടാകും. ഞാൻ ഈ ചെടി നടാൻ കാരണം തന്നെ നമ്മളെപ്പോഴും കന്യാകുമാരിയിലൊരു ട്രിപ്പ് പോയപ്പോൾ അവിടെ താമസിച്ചിരുന്ന ആ ഹോട്ടലിൽ നിറയെ ഈ ചെടികളാട്ടോ, ഫുൾ പൂത്ത് നിൽക്കും. ഇലയൊന്നും ഇല്ല, തണ്ട് മുഴുവൻ പൂത്തിട്ട് നല്ല ഭംഗിക്ക് നിൽക്കും. അപ്പോഴാണ് ഈ ചെടിയെക്കുറിച്ച് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് ഇങ്ങനെ ഒരു ചെടി ഒത്തിരി കെയർ ചെയ്യണ്ട, ഡെയിലി ഫ്ലവർ തരുന്നതാണ്. അതുവരെ എന്താ പറയുക, ഇലച്ചെടികൾ മാത്രം നട്ടുവെച്ചിരുന്ന ഞാനായിരുന്നു. അങ്ങനെ ഈ ചെടി നട്ടുപിടിപ്പിച്ചാണ്. അപ്പോൾ എന്നെപ്പോലെ ഒത്തിരി ടൈം ചെടികൾക്ക് വേണ്ടി കെയർ ചെയ്യാനായിട്ട് ടൈമില്ലാത്തവർക്കും എന്നാൽ നമുക്ക് നല്ല പൂക്കളൊക്കെ വേണം. അപ്പോൾ ഇതിൻ്റെ മുള്ളുള്ള ടൈപ്പ് ഉണ്ടല്ലോ, യൂഫോബിയ മിലി, ഇത് യൂഫോബിയ ജെറാൾഡി എന്ന് പറയും. അപ്പോൾ ഈ യൂഫോബിയ മിലിയേക്കാൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം ഇതാട്ടോ. അത് നന്നായിട്ട് പൂക്കും. ഇതേപോലെ തന്നെയാണ് കെയറിങ്. നല്ല വെയിലത്ത് വെച്ചാൽ മതി. പക്ഷേ അതിൻ്റെ തോണ് കുറച്ച് ഡേഞ്ചറസാണ്. അപ്പം ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പാടാം. അതെൻ്റെ കയ്യിലില്ല. ഞാൻ ഈ ഒരു പ്ലാന്റാണ്, തോൺലെസ്സാണ് വാങ്ങിയത്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇതിലൊരു കട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു പാല് പോലത്തെ ഒരു വൈറ്റ് ലിക്വിഡ് വരും കേട്ടോ. അത് നമ്മൾ കയ്യിൽ ദേഹത്തൊക്കെ പറ്റാണ്ട് ശ്രദ്ധിക്കുക. കുറച്ച് ചെറുതായിട്ട് മൈൽഡായിട്ട് ടോക്സിക് ആയിട്ടുള്ള ഒരു ചെടിയാണിത്, അതിൻ്റെ ഒരു ലിക്വിഡൊക്കെ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അല്ലാത്ത നോക്കിയാൽ ഏറ്റവും ഈസി ആയിട്ട് വളർത്താവുന്ന ഡെയിലി പൂക്കൾ തരും. ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ വെയിൽ കുറവായിട്ട് കൂടെ നിറയെ പൂക്കൾ വരുന്നുണ്ട്. എപ്പോഴും പൂക്കളുണ്ടാകും, കുറച്ച് പൂക്കളെങ്കിലും ഉണ്ടാവും. അപ്പോൾ നല്ല വെയിലത്ത് വെച്ചാൽ, നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടിൽ നല്ല വെയിലത്ത് അല്ലെങ്കിൽ മണ്ണിൽ ഡയറക്റ്റ് ആണെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് പൂക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. ബൈ ബൈ.